തക്കാളിപ്പഴം, മുളക്, അരി, വടി എന്തിനാ കടയിൽ നിന്ന് മേടിക്കുന്നത്? സോപ്പൊടി, വിമ്മ്, ലിക്വിഡ്, കംഫോർട്ട്, ചന്ദ്രിക സോപ്പ്, കിഴങ്ങ്, സവാള, പച്ചമുളക്, ക്യാരറ്റ്. ചേട്ടാ വേണ്ട കടയിലെ കണക്ക് കേട്ടോ. പക്ഷേ കണക്ക് തെറ്റാൻ തോന്നുന്നു. വരവ് 1,50,000, ചെലവ് 2,15,000. തെറ്റല്ലേ ഇത്? ശരിയാ. അനാവശ്യമായിട്ട് ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട് ചേട്ടൻ എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട് ചെലവാക്കുന്നേ? ഞാനല്ല, നീ ചെലവാക്കിയ കണക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പാലേരം പറഞ്ഞാലും കഴിഞ്ഞ 2 മാസത്തെ പൈസ കൊടുത്തിട്ടില്ലെന്ന് കേട്ടോ. എത്ര രൂപ? 6,000. 6,000 രൂപ 2 പേരുള്ളൊരു വീട്ടിൽ പാലിന്റെ ചെലവ്. പിന്നെ 4 ലിറ്റർ പാലല്ലേ എടുക്കുന്നത്? വൈകുന്നേരം മഹേന്ദ്ര സിംഗ് ധോനി ഇവിടെ പാൽ കുടിക്കാൻ വരുന്നുണ്ടോ? നിങ്ങൾക്ക് മോരില്ലാതെ തൊണ്ടേന്ന് ഇറങ്ങത്തില്ലല്ലോ ചോറ്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് എനിക്കും ഒന്നും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. വെളി വല്ലതും പോകുന്നുണ്ടോ? എന്തിന്? കുറച്ച് പച്ചക്കറിയും പലചരക്കും ഒക്കെ വാങ്ങിക്കണമായിരുന്നു. 3-4 ദിവസം മുമ്പല്ലേ പലചരക്കും പച്ചക്കറിയും മേടിച്ച് അടിക്കി ഇവിടെ വെച്ചേക്കുന്നത്. കഴിഞ്ഞ ദിവസം ദുരിതാശ്വാസത്തിന് ആൾക്കാർ വന്നപ്പോൾ ഞാൻ കുറച്ച് പറക്കുകയും കൊടുത്തു. നമുക്ക് പുണ്യം കിട്ടുമല്ലോ, നമുക്ക് വാങ്ങിച്ചാൽ പോരെ. കടയിൽ ചെന്ന് പുണ്യം പറഞ്ഞു കഴിഞ്ഞാലേ സാധനം കിട്ടത്തില്ല, പൈസ കൊടുക്കണം. എന്തോ പറഞ്ഞാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം കേട്ടോ. പൈസ കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിതം ആവത്തില്ല. ഇവിടെ ജോലിക്ക് നിൽക്കുന്ന അമ്മയില്ലേ, ആ അമ്മയുടെ കൊച്ചുമോടെ കല്യാണമാണ്. അതിന് ഞാനെന്താ വേണം? കല്യാണമല്ലേ, അപ്പം നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മുടെ ഭാഗത്തുനിന്ന്? നമ്മുടെ കല്യാണത്തിന് കിട്ടിയ കുറേ ഗിഫ്റ്റ് എല്ലാം കൂടെ പോയി മേടി ഇരിപ്പില്ലേ, അത് തൂത്തുടച്ചാൽ കൊടുക്കും. ഇത് തൂത്തുടച്ച് വെക്കുന്ന അവർ തന്നെയാണല്ലോ, അപ്പം അത് കൊടുത്താൽ അവർക്ക് അറിയാൻ പറ്റും. അതല്ലാതെ എന്തെങ്കിലും കൊടുക്കണം അവർക്ക്. പിന്നെ ഞാൻ എന്തോ ചെയ്യണ്ടേ? ഒരു 75,000 രൂപയെങ്കിലും. 75,000 രൂപയോ? ഒരു കാര്യം ചെയ്യും, ആ പെൺകുച്ചിനെ ഞാൻ കല്യാണം കഴിക്കുക. അതാകുമ്പോൾ ഒരു വീട്ടിലെ ചിലവ് നോക്കിയാൽ മതിയല്ലോ. എടി, ഈ വീട്ടിൽ വെക്കുന്ന സാധനങ്ങളെല്ലാം അവർ കൊണ്ടുപോകുമല്ലോ. നിങ്ങളെ കൊച്ചിലെ മുതലേ അറിയാവുന്നതല്ലേ, നിങ്ങൾ എടുത്തോണ്ട് വന്നതല്ലേ അവർ. നിങ്ങളുടെ അമ്മ ഉള്ള സമയം തൊട്ടേ ഉള്ളതല്ലേ ഈ വീട്ടിൽ, അപ്പോൾ കൊടുക്കണ്ടേ എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയെ എനിക്ക് അത്രയും കൊടുക്കാനില്ല എൻ്റെ കയ്യിൽ. ഇത്ര ചിലവ് കൊണ്ട് പിന്നെ 75,000 രൂപയും കൂടെ. അത് പറഞ്ഞപ്പോഴാണ് അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു കേട്ടോ. അച്ഛൻ്റെ ഷഷ്ടിപൂർത്തിയാ അടുത്ത ആഴ്ച, നമുക്കൊന്ന് പോകണ്ടേ? കഴിഞ്ഞ വർഷമല്ലേ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചത്? വർഷം ഷഷ്ടിപൂർത്തി ഉണ്ടോ? ആ ബർത്ത്ഡേക്ക് പോയത് 59ാമത്തെ പിറന്നാൾ. ഇപ്പം 60ാമത്തെ പിറന്നാൾ എനിക്ക് പോയേ പറ്റത്തുള്ളൂ. പിന്നെ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചോണ്ട് പോവാം. ഒരു സ്വർണത്തിൻ്റെ എന്തെങ്കിലും. നിന്റെ അച്ഛൻ്റെ അരിഞ്ഞാണം കെട്ടാന്ന് സ്വർണം കൊണ്ട് കോക്കാൻ. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയല്ല വലുത്, ഭർത്താവാണ് അവളുടെ ലോകം. ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം, അച്ഛനും അമ്മയും സെക്കൻഡറി ആണ്. അന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ പോക്കൂടെ? എടീ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട് നിന്റെ വീടെന്നൊന്നുമില്ല, നമ്മുടെ വീട്. ഇതാണ് നിന്റെ വീട്, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുമല്ലോ, അപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. കാണിച്ചു തരാം. കണ്ടൊക്കെയാ പാല്, മുളക്, പപ്പടം, കോപ്പ്. എന്തൊരു ചെലവായത്. തലപരിപ്പ് മാറാൻ എൻ്റെ കയ്യിലൊരു സൂപ്പർ ഐഡിയ ഉണ്ടല്ലോ. എൻ്റെ പൊന്നളിയാ, ഒന്ന് നിർത്തി. നീ നിന്റെ സൂപ്പർ കിട്ടി എനിക്ക്. വേണ്ട എടാ, എല്ലാ ആണുങ്ങളും ചോദ്യചിഹ്നം പോലെ നിൽക്കുന്ന സമയത്താണ് നീ ഇപ്പം നിൽക്കുന്നേ. അത് നിനക്കറിയാവോ? മനസ്സിലായില്ല? വീട്ടിലെ ചിലവ് നോക്കുന്ന കാര്യം 4-5 കൊല്ലം മുന്നേ ഇതേ അവസ്ഥ ഞാനും വന്നിരുന്നതാ. ഓർമ്മയില്ലയോ? അന്ന് ഞാനിത് അങ്ങനെ മാനേജ് ചെയ്തെന്നാ. അവളെ കൊണ്ടുവന്ന് അവളുടെ വീട്ടിലങ്ങ് വിട്ടു. എന്തിന്? തേങ്ങടാ. ചേടാ, നമ്മളെ എന്തോ MBA പഠിപ്പിച്ചേക്കുന്നേ. MBA മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരെ ഉപയോഗിച്ച് നമ്മുടെ ബുദ്ധിയാൽ കാര്യം സാധിച്ചെടുക്കുന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ ലൈഫായിട്ട് എന്താ ബന്ധം? എടാ, പഠിച്ചതൊക്കെ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ ആലോചിക്കണം. എടാ, അവളെ കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വിട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയാ ലാഭം എന്നറിയാവോ? എടാ, കറണ്ട് ചാർജ് 6,000 നേരെ 600 ലാഭം ഇല്ലയോ? പച്ചക്കറിയും പലചരക്കും വാങ്ങണ്ട, ലാഭം ഇല്ലയോ? ഉണ്ടായിരുന്ന ജോലിക്കാരെ അങ്ങ് പറഞ്ഞു വിട്ടു, ലാഭം ഇല്ലയോ? അവളുടെ ചിലവും എൻ്റെ ചിലവും ഇപ്പോൾ അവരുടെ വീട്ടുകാരാണ് നോക്കുന്നത്. ഞാനും അവിടെ തന്നെ നിൽക്കുന്നേ. വരുമാനം എന്ന രീതിയിൽ അവർക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ലാഭം ഇല്ലയോ? എടാ, അതെ അപ്പൊ നിന്റെ മക്കളുടെ കാര്യമൊക്കെ? എടാ, 1ാമത്തെ പ്രസവം, 2ാമത്തെ പ്രസവം, 3ാമത്തെ പ്രസവം, ഇത് 3 അവരുടെ വീട്ടുകാരായിരുന്നു. നമുക്ക് ചിലവൊന്നും ഇല്ലല്ലോ. എന്നിട്ട് നിർത്തിയോ? എവിടുന്ന് 2 ഓടിക്കും. എടാ, പോടാ. പെണ്ണുപിള്ളി അവിടെ നിർത്തിയോ? പിന്നല്ലാതെ നമുക്ക് ചിലവെന്തോന്ന്, വൈകിട്ട് അങ്ങോട്ട്. പിന്നെ MBAക്കാരനായ ഞാൻ ഈ മില്ലും നോക്കി സമാധാനമായിട്ട് ഒരു കോർപ്പറേറ്റീവ് ലൈഫും ഇല്ലാതെ അടിച്ച് പോയിട്ട് ജീവിക്കും. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോവും വല്ലപ്പോഴും 2 അടിക്കാൻ വേണ്ടിയിട്ട്. നീയും വാ, വെള്ളം അടിച്ചിട്ട് ഭാര്യയുടെ വായിച്ചൊന്ന് കയറണല്ലോ. ഐ എം എ മാരീഡ് മാൻ വിത്ത് അൺമാരീഡ് ലൈഫ്. വന്നില്ലേ? നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ അവളെ ഒന്ന് ഏളിയാ, എന്തോ നീളവും വീതിയുള്ള കട്ടളയൊക്കെ ഏളിയാ പണിഞ്ഞു വെച്ചിരിക്കുന്ന ക്വാളിറ്റി സാധനം. കട്ടളയുണ്ട്, ജനല്, കതവ്, ജനൽപ്പാളികള്.
കച്ചവടം തന്നെ ഇതൊക്കെ? അല്ല പിന്നെ ഒന്ന് കട്ടാൻ നോക്കിയെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നളിയ നല്ല ക്വാളിറ്റി ഉള്ള കാതലുള്ള ഈട്ടി, തേക്ക്, ആഞ്ഞിലി, മഹാഗണി, പ്ലാവ് മുതലായ തടികളാണ് നമ്മളിത് പണിയുന്നേ. എടാ കേരളത്തിൽ എവിടെ ആണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്യൂടാ. അല്ല നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊല്ലം പത്തനാടത്തില്ലയോ, നേരിട്ട് വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ നോക്കി എല്ലാം ഉറപ്പാക്കിയിട്ട് പോട്ടെ, നമുക്കൊരു പരാതിയില്ല. നല്ല കാതലിയ ആർക്കാ ഇഷ്ടപ്പെടാത്തേ? ഒരു കാര്യം ചെയ്യും, ഫോൺ നമ്പർ ഇടും 9447774310. അതല്ലേ കാണാൻ വേണ്ടി ചോദിച്ചു. നിനക്ക് വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോന്ന് ചോദിച്ചാൽ ആവശ്യം അങ്ങനെയാണേലേ നല്ല മുഴുത്ത ഒരു കട്ടള നോക്കിയിട്ടേ ഞാൻ വീട്ടിലോട്ട് പോയാ. അപ്പോൾ അവന് കട്ടളല്ലേ ആവശ്യം. അച്ഛൻ എന്ന് പറയുന്ന ആള് ജന്മം നൽകിയതാണ്, അമ്മയെന്ന് പറഞ്ഞത് പ്രസവിച്ചത്. ഇന്ന് മുതൽ നിന്റെ അച്ഛനല്ല, എൻ്റെ അച്ഛനാത്. അല്ല, നിന്റെ അച്ഛൻ അമ്മായച്ഛൻ എൻ്റെ അച്ഛനാണല്ലോ. എന്നാ നിന്റെ അച്ഛൻ്റെ പൊലുവിളി എന്ന് പറഞ്ഞേ? ഇത് നിന്റെ അച്ഛൻ്റെ പിറന്നാൾ ബർത്ത്ഡേ എന്നാന്നാ പറഞ്ഞേ? അടുത്ത ആഴ്ച. ആ, അങ്ങോട്ട് പോകണ്ടേ? വേണ്ട, ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു, അമ്മയെല്ലാം സെറ്റാ. എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ വിളിച്ച് പറഞ്ഞേ? നിന്റെ വീട്ടിലോട്ട് പോകാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് പോവണ്ട, ഇവിടെ ഇരിക്കണം, ഭർത്താവിൻ്റെ വീടാണ് എൻ്റെ വീട്, അങ്ങനെയൊക്കെ. പിന്നെ ആ സമയത്ത് ബില്ലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സാകെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ബില്ല് കൊണ്ട് തന്ന് ആകെ ഇതായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ വിചാരിച്ചാണ് ഞാൻ ഒരു മേൽഷോവനിസ്റ്റാണ് അങ്ങനെ പറഞ്ഞോണ്ടില്ലേ? എന്നാൽ പിന്നെ മേൽഷോവനിസ്റ്റ് അല്ല, ഞാൻ ഒരു പച്ചയായ മനുഷ്യനാണ്. നിന്റെ വീട്ടിലോട്ട് പോവാം. പോകുന്നില്ല. എന്താടി? കല്യാണത്തിന് മുന്നേ വരെയുള്ള എൻ്റെ വീട്, അതിനുശേഷം ഞാൻ കയറി വന്ന വീടാണ് എൻ്റെ വീട്, അതുകൊണ്ട് നിങ്ങളുടെ വീടാണ് എൻ്റെ വീട്. അങ്ങനെ പറയരുതേ. അങ്ങനെ ഞാൻ പറയും. നിന്റെ അച്ഛനമ്മയെ പോയി കാണണം. വേണ്ട. അവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. ഇല്ല. ആ വീട് ഈ വീട് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒട്ടും വ്യത്യാസമില്ല. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കും നിന്റെ വീട്ടുകാർക്ക് സന്തോഷം ഒരു കാര്യം പറയട്ടെ. നീ മാത്രമല്ല ഒറ്റയ്ക്ക് പോകുന്നത്, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പോഴും ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. അതെന്താ എത്ര പെട്ടെന്നൊരു മാറ്റം? ആ പെട്ടെന്ന് മാറ്റം വരാൻ കാരണം ചിലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മാറ്റങ്ങളൊക്കെ വരും. അല്ല, മാറ്റം വന്നു. മാറ്റം വന്നു. അപ്പോൾ നിന്റെ വീട്ടിലോട്ട് പോകാൻ പോവാം. എത്ര ദിവസം നിൽക്കും? ദിവസം നിൽക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ്റെ ഷിഷ്ടി പിറന്നാൾ, അടുത്ത പിറന്നാൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഞാനിവിടെ കാണും. സമയം. അപ്പോൾ ജോലിക്കാരി അമ്മ ശാന്തമ്മേ, കൊച്ചുമോടെ വിവാഹമൊക്കെ ആണെന്നല്ലയോ പറഞ്ഞത്? അപ്പൊ ഇനിയും ചെലവും കാര്യങ്ങളൊക്കെ കൂടി വരുമല്ലയോ? ആ, അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ജോലി ഇല്ല കേട്ടോ. ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ വരുത്തില്ലെന്ന്. അല്ല, മോള് വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു വരുത്തില്ലായിരിക്കും. എന്നിട്ട് ഞാൻ അങ്ങ് വിഷമിച്ചു പോയി. ഞാൻ കരഞ്ഞും പോയി. അമ്മേ, ഞാൻ വരത്തില്ലെന്ന് വിചാരിച്ചിരുന്നതാ. ചേട്ടനോട് ചോദിച്ചപ്പോൾ ആദ്യം ചേട്ടൻ സമ്മതിച്ചില്ല, പിന്നെ പെട്ടെന്ന് പറഞ്ഞു പോവാന്ന്. സ്വന്തം വീട്ടിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ അച്ഛാ പറയുന്നത്? എൻ്റെ വീട്ടിൽ നിന്നാൽ മതി, നിന്റെ വീട്ടിലോട്ട് പോകണ്ടാകും. ഞാനൊരു മനുഷ്യത്തുള്ളവനല്ലയോ? അവർക്കിങ്ങനെ വരാതിരിക്കാൻ പറ്റും? ആകെയുള്ളൊരു അച്ഛൻ, ആ അച്ഛൻ 60ാമത്തെ വയസ്സ്, ഒരുത്തനുള്ള ഷിപ്പിലും. അതിനെക്കുറിച്ചൊന്നും പറയണ്ട. അയ്യോ, ശ്രീമോൻ എന്നാച്ചാ വരുന്നത്? ആർക്കറിയാം എന്നാ വരുന്നേ? അവർക്ക് അറിയത്തില്ല. നല്ല ശമ്പളം ഉണ്ടില്ലയോ? അല്ല, അയച്ചൊക്കെ തരുന്നുണ്ടോ? പിന്നെ ശമ്പളമൊക്കെ അയക്കാറുണ്ട്, നല്ല ശമ്പളമാ. പക്ഷെ ഇവിടെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ആണുങ്ങളെ 5 പൈസ മിടുക്കന്നെ. എന്താ മേടച്ചൻ്റെ ആ ഒരു ഇതേ നമുക്ക് എന്തെങ്കിലും പൈസ കൊടുത്താലോ? എന്താ മക്കൾ എത്ര ദിവസം കാണും ഇവിടെ? അച്ഛനും അമ്മയും ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയുന്നിടം വരെ ഞങ്ങളിവിടെ കാണും. ഞങ്ങൾ പോകുന്നവരെയോ? ഞങ്ങളിവിടെ ഇറങ്ങി പോകാൻ പറയുന്നിടം വരെ. ആ, അത് കൊള്ളാം. അപ്പൊ എൻ്റെ 60ാമത്തെ വയസ്സിലും 70ഉം 80ഉം 100ഉം വരെ മക്കളിവിടെ കാണും. മോണെ അടച്ചു വെക്ക. നിങ്ങളുടെ സംസാരം ഒന്ന് ആദ്യം നിർത്തിക്കേ. അമ്മ, എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? വരുമ്പോ കഴിക്കാമെന്ന് പറഞ്ഞതാ, ഹോട്ടലൊന്നും നിർത്തിയതും ഇല്ല. ഇവിടുന്ന് കഴിക്കാമല്ലോ. എന്തിനാ? അമ്മയുടെ കൈപ്പുണ്യം, അമ്മയുടെ ചോറ് കഴിക്കാമല്ലോ, എനിക്കും കഴിക്കണം. അത് ശരിയാ. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അമ്മേ? എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, എല്ലാം ചെയ്ത് മേടിച്ചോണ്ട് വാ. ഞാൻ എല്ലാം മേടിച്ചോണ്ട് വരാം. എല്ലാം മേടിച്ചോണ്ട് വാ. മക്കൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം മേടിച്ചോണ്ട് വരാം. ഇറച്ചിയും മീനും മുട്ടയും എല്ലാം മേടിക്കാം കേട്ടോ. എന്നാ നിങ്ങളോട് ചെല്ലാം. എന്തിന്? അച്ഛനെ കൊണ്ട് പൈസ മൊത്തം ചെലവാപ്പിക്കാം. എപ്പോഴും ഇവിടെ അച്ഛനത് ഭയങ്കരമായിട്ട് വിഷമം. വന്ന് കയറിയപ്പോൾ തന്നെ എന്നെ കൊണ്ട് വിളിച്ചിട്ട് പൈസ ചെലവാക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ അതൊന്നും വേണ്ട. അച്ഛന്റെ വീട്, അച്ഛന്റെ ചെലവ്. മനസ്സിലായോ? മക്കളാ ഇവിടുത്തെ ഗസ്റ്റ്, അതിഥി. പോയിട്ട് വരാം. ഇല്ല, ഇനിയില്ല. പോയിട്ട് വരാം കേട്ടോ. മോനെ, ഇഷ്ടപ്പെട്ടത് വല്ലതും വേണമെങ്കിൽ പറ, അച്ഛൻ മേടിച്ചോണ്ട് വരും. ഓ, ചേട്ടനൊന്നും വേണം. വേണം.
ചേട്ടന് വേണം, എനിക്ക് ഞാൻ കഴിക്കാം. അച്ഛാ, ഈ കപ്പയും ഞണ്ടും കണവയും സ്രാവും മുഷിയും കരിമീനും അതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും, എനിക്കിഷ്ടമാ. നിങ്ങൾ ഇതൊക്കെ കഴിക്കുമായിരുന്നോ? ഇന്ന് മുതൽ കഴിക്കും ഞാൻ. എന്താ സുഖം അമ്മേ. വെച്ചുണ്ടാക്കി തരാൻ അമ്മ, മേടിച്ചുകൊണ്ട് തരാൻ അച്ഛൻ, AC റൂം, പാല്, പത്രം, വെള്ളം, പലേരിക്ക്, കോപ്പ്, കുടതാമര. പരമസുഖം. ഒന്നിനും പൈസ കൊടുക്കണ്ട, പക്ഷെ എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് മോനെ സുഖം. ഭാര്യ വീട്ടിൽ പരമസുഖം. ഈ വീട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്താലോ? ആലോചിക്കാം. അച്ഛൻ്റെ വണ്ടി പൊയ്ക്കൊണ്ട് എൻ്റെ വണ്ടി ഊബർ ഓടാൻ വിടാം. അച്ഛൻ KSRTC ഡ്രൈവറല്ലേ? ഒരൊറക്ക വാവ അമ്മേ. അതെ, നിങ്ങൾ അച്ഛനും കൂടെ മത്സരിക്കുമായിരുന്നോ തീറ്റില്? എന്തോ തീറ്റിയാ നിന്നത്? അച്ഛന് ഗ്യാസ് ഉള്ളതാ. അടുത്ത വർഷം ഉണ്ടോന്ന് തന്നെ ആർക്കറിയാടി, തിന്നിട്ട്. അല്ല, അടുത്ത വർഷം കപ്പ ഉണ്ടോന്ന് തന്നെ ആർക്കറിയാം. മഴ, പന്നീരിയുടെ ശല്യം, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം വിളവ് കുത്തിയിടുമല്ലയോ. നിങ്ങൾ ആദ്യമായിട്ടാ ഇങ്ങനെ തിന്നുന്ന ഞാൻ കണ്ടത് കേട്ടോ. ബോസിന് കിട്ടി ആരാ തിന്നാ? എന്താ? അല്ല, ഗ്യാസ് ഒക്കെ ഉണ്ടോ ഇവിടെ? ഗ്യാസ് ഇവിടെ ഉണ്ട്. ഗ്യാസ് ഉണ്ടെങ്കിൽ നല്ല ആശ്വാസം ആയതുകൊണ്ടല്ലോ. എന്ത്? ഒന്നുമില്ല. ഞാനേ ഒന്ന് ഉറങ്ങാൻ പോവാ. എന്നെ ശല്യപ്പെടുത്തരുത് കേട്ടോ. വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കും എന്റെ പൊന്നു മോളെ. എന്തോ പറ്റി? അയ്യോ, അച്ഛൻ. ഇയാൾക്ക് എന്തോ ഇനി? അയ്യോ, എന്തോ പറ്റി അമ്മേ? മക്കളെ ആശുപത്രി കൊണ്ടുപോ, ചേട്ടാ ആശുപത്രി കൊണ്ടുപോ. കപ്പയും കൊഞ്ചല്ല കഴിച്ചാൽ ഗ്യാസ് ആയിരിക്കും. മക്കളെ അറ്റാക്ക് തന്നെ ഇത്. അറ്റാക്ക് എന്റെ കയ്യിരിക്കുന്ന കണ്ടോ? ആ കയ്യങ്ങ് മാറ്റി തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു. മക്കളെ കോട്ടുന്ന കണ്ടോ? മക്കളെ ആശുപത്രി കൊണ്ടുപോകാൻ മക്കളെ. നമുക്ക് അച്ഛാ, ഉണ്ടോ ഇത്രയേ ഉള്ള കാര്യം. എന്റെ പൊന്നമ്മ, അമ്മയുടെ വാവപ്പൊക്കെ കേട്ടപ്പോ ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഞാൻ ഉച്ചയായിട്ടൊന്ന് ഉറങ്ങാൻ കിടന്നയാ, വയറ് ഫുള്ളായിട്ട്. പേടിച്ചു പോയി മക്കളെ. വടി നമുക്ക് ആദ്യത്തെ അറ്റാക്ക് ആഘോഷിക്കണം കേട്ടോ മോനെ. അല്ല, ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയുമ്പോ ഞാൻ ആശുപത്രി പോവാം. എന്നാ പിന്നെ ആരെയാന്ന് വെച്ചാ വിളിക്ക്. ആരെ വിളിക്കാനാ? നീ ഞാൻ നെടുത്തൂട് മോനൊക്കെ നിൽക്കുന്നത്, നീ അല്ലേ കൊണ്ടുപോകേണ്ടത്? ഞാൻ പൈസയുടെ കാര്യമൊക്കെ പിന്നല്ലയോ, പൈസയൊക്കെ തരാം. മോൻ ആശുപത്രിയിൽ എത്തിക്ക്. അമ്മ ഒരു കാര്യം ചെയ്ത് വെള്ളോട്ട് നിൽക്കുക, ഞങ്ങൾ അച്ഛനെയും കൊണ്ട് വരാം. എന്നാ ഞാനൊരു പട്ടുസാരി എടുത്ത് കൊടുക്കട്ടെ. പൈസ ഞാൻ കൊടുക്കാം. നിങ്ങൾ അച്ഛനെ പിടിക്കുക. പൈസ ഞാൻ തന്നെ കൊടുക്കാം. ഞാൻ തന്നെ കൊടുക്കാം. കണ്ണാടി നേരെ വെക്ക്. എന്താ മോനെ അച്ഛന്റെ തലമുടി രാജവെമ്പാലയുടെ പറ്റി പോണൊക്കെ ഇരിക്കുന്നേ? എന്റെ അമ്മ റേഡിയേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞല്ലേ, എത്ര മെഷീൻ അതോടെ കയറി ഇറങ്ങി ശരീരമായത്. അപ്പൊ ഇതിന് താഴത്തില്ലയോ? താഴെ സമയം എടുക്കും. അമ്മയോട് ഞാൻ അന്നേരെ പറഞ്ഞില്ലയോ അമ്മ, ഗ്യാസാ ആശുപത്രി കൊണ്ടുപോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ആണ്ടെ 3 ദിവസം പറയരുത്. നിന്നോട് ഞാനാ പറഞ്ഞ 2-3 പ്രാവശ്യം മോനെ ഗ്യാസാ ഒരു കാര്യം ആശുപത്രി കൊണ്ടുപോകണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ? നീ കേട്ടോ? അമ്മ എന്തോ കള്ളത്തരം അമ്മ പറയുന്നത്. എപ്പോഴാ അമ്മ എന്നോട് പറഞ്ഞു? ഞാനല്ലയോ അമ്മ പറഞ്ഞ ഗ്യാസാന്ന്. അയ്യോ, ഞാൻ സാരി ഉടുക്കാൻ പോയപ്പോഴും ഞാൻ അവിടെ നിന്നോണ്ട് വിളിച്ചു പറയുന്നു മോനെ ഗ്യാസാ ഒരു കാരണവശാലും ആശുപത്രി കൊണ്ടുപോകണ്ടാടാന്ന്. നീ കേട്ടോ? അമ്മ സാരി ഉടുക്കുന്നിടത്ത് ഞാൻ ഉണ്ടായിരുന്നു ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ കേൾക്കുന്നത്? അച്ഛാ, എനിക്ക് ചിരി വരുന്നത് അതൊന്നുമല്ല. ഈ ആശുപത്രിയിലൊക്കെ എന്തോ ചെലവാമേ. എനിക്കറിയാത്തുണ്ട്. എല്ലാം കൂടി മൊത്തത്തിൽ ഒരു 10,000-77,000 രൂപയായി. എന്തോ കൈ ഇങ്ങനെ കാണിക്കുന്ന, കൈക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? അല്ല, 77,000 രൂപ പൈസക്ക് തന്നായിരുന്നെങ്കിൽ. അല്ല, 75,000 രൂപയെങ്കിൽ കൈ ഇങ്ങനെ കാണിച്ചാൽ 75,000 രൂപയാവുമോ? അല്ല, പൈസ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് ആവണ്ട് പറഞ്ഞ പോരായോ? അയ്യോ, തരാം മോന്റെ പൈസ തരാം. മോനെ, ആ പൈസ ഒരിക്കലും മക്കൾ അടയ്ക്കേണ്ട പൈസ അല്ല. അത് ഹെൽത്ത് ഇൻഷുറൻസുകാർ അടയ്ക്കേണ്ട പൈസയാ. അത് എന്നത്തേക്ക് കിട്ടും വെച്ചാ? അതിന് അടയ്ക്കാൻ പറ്റത്തില്ല. മോൻ പോയത് തൊട്ടിപ്പുറത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ പോയിരുന്നെങ്കിൽ അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തേനെ.
അത് എന്നോടൊന്ന് പറയണ്ട, അമ്മയൊന്ന് പറയണ്ടായിരുന്നു എന്നോട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അങ്ങോട്ട് പോകുന്നു. ഇപ്പൊ വണ്ടി നീ ഇങ്ങോട്ട് തിരിച്ചു. അയ്യോ അച്ഛൻ ഇങ്ങനെ ചൂണ്ടെന്ന് കണ്ടു മോനെ. ഞാൻ വിചാരിച്ചു ഇനി കോട്ട് വരുമായിരിക്കുമെന്ന്. അപ്പൊ പൈസ കിട്ടത്തില്ലേ എൻ്റെ? പൈസ കിട്ടത്തില്ലയോ? എൻ്റെ പെൻഷൻ കിട്ടുമ്പോൾ പൈസ കിട്ടും. അല്ല, പെൻഷൻ ഈ മാസം ഉണ്ടോ? പെൻഷൻ കിട്ടിയിട്ട് 5 വർഷമായി. 5 വർഷം? എന്ത് കേസ്? എന്തിന്? ഒന്ന് ഉറങ്ങിപ്പോയേന്. അയ്യോ മോനെ, വണ്ടിയുടെ ഡ്രൈവറായിരുന്നു, ഒന്ന് ഉറങ്ങിപ്പോയി. 4 എണ്ണവാ തീർന്നത്. കൊക്കയിലോട്ടങ്ങ് മറിഞ്ഞത്. അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുവാ. അപ്പൊ അതും കിട്ടത്തില്ല ഇപ്പോഴേ? കിട്ടും, കേസ് ജയിക്കുമ്പോ കിട്ടും. അച്ഛൻ മരിച്ചിരുന്നെങ്കിലേ ആ പൈസ നമുക്ക് കിട്ടിയേനെ. അപ്പൊ ആ ഭാഗ്യം നമുക്ക് ഉണ്ടായില്ലല്ലോ മോനെ. ഇല്ലെങ്കിൽ മോൻ ആ പൈസ തരായിരുന്നു. കിട്ടത്തില്ല. അപ്പം വെള്ളം തന്നെ. കഞ്ഞിവെള്ളം എടുക്ക്, കഞ്ഞിവെള്ളം. അച്ഛനെ നിനക്കേ അറ്റാക്കും ഒന്നുമല്ല, വേറും ഗ്യാസാ. കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ തരാൻ ആരുമില്ല. എന്നാ ഇച്ചിരി കഞ്ഞിവെള്ളം എടുക്കടി. എന്തോ എന്താ വീടിന് വെളിയിലകത്തോട്ട് പറഞ്ഞൂടെ? പിന്നെ മോനോടൊരു കാര്യം പറയാൻ അമ്മ വിളിച്ചോണ്ട് വന്നതാ. ഇവിടെ പറയുന്ന കാര്യമൊന്നും അച്ഛനും മോളും ഒന്നും അറിയരുത് കേട്ടോ. എന്തുവാ? പെരയുടെ മട്ടയ്ക്ക് കുറച്ച് സ്ഥലം കിടപ്പില്ലയോ? ആ സ്ഥലം കിടക്കുന്നിടത്ത് പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു പദ്ധതിയുണ്ട്, പച്ചക്കറിത്തോട്ടം നടുക എന്നുള്ളത്. അതിൻ്റെ വിത്തുകൾ കൊണ്ടുവന്ന് മുളപ്പിച്ച് നമ്മൾ പച്ചക്കറി നടുക. പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങോട്ട് പച്ചക്കറി ഉണ്ടായി നമ്മൾ കൊടുത്ത് കാശ് മേടിക്കുമ്പോൾ 25,000 രൂപ മുടക്കിയെങ്കിൽ 50,000 1 ലക്ഷമായി 2 ലക്ഷമായി ഇതങ്ങ് കൂടി വരും. അതോ നല്ല പച്ചക്കറി ആയതുകൊണ്ട് എല്ലാവരും മേടിക്കുകയും ചെയ്യും. അല്ല, ഇപ്പൊ എന്റെ റോളെന്തോ ഇതിനകത്ത്? അല്ല മക്കളെ, ഒരു 25,000 രൂപ അമ്മയ്ക്ക് ഇങ്ങോട്ടൊന്ന് തരാൻ പറഞ്ഞതാ, ഇതൊന്ന് നടത്താൻ വേണ്ടി. അമ്മ, ഈ 25,000 രൂപ ഞാനങ്ങനെ ഒന്നത് കൊടുത്ത പൈസ കിട്ടിയില്ല. ഇനിയിപ്പം ആ പൈസയും കൂടെ. മോനെ, ഇന്നോ നാളെ കേസ് വിളിക്കും. തൊട്ടടുത്ത് തന്നെ ജഡ്ജി അതിന് വിധി പറയും. പിറ്റേ ദിവസം തന്നെ ബാങ്കിൽ പൈസ വരും. ഏകദേശം എത്ര രൂപ വരും? 10-25 ലക്ഷം രൂപ കാണും മോനെ. അമ്മ ഈ തെലുങ്ക് സിനിമയുടെ കഥയൊന്നും പറയുമല്ലോ, കേരളത്തിലെ പെൻഷൻ്റെ കാര്യമല്ലേ അമ്മ പറഞ്ഞത്? അല്ല, ഞാനങ്ങ് പറഞ്ഞതാ മോനെ. കിട്ടും. അല്ല പൊന്നു മോനല്ലേ, ഒന്ന് എടുത്തോണ്ട് പോവാ മക്കളെ. അത്യാവശ്യമായിട്ടല്ലേ അമ്മ പറയുന്നത്. ഒന്ന് എടുത്തോണ്ട് പോവാ മക്കളെ. 25,000 രൂപ ഉണ്ടോ മോനെ? ചില നാറികളാണെങ്കിലേ പറഞ്ഞു പറ്റിക്കും. അതോ ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ചക്കയാണോ തുന്നിച്ചു നോക്കാൻ? കൈതച്ചക്കയാണെങ്കിൽ മുള്ളു കൊള്ളും. ചീമച്ചക്കയാണെങ്കിൽ അതും പറ്റത്തില്ല. എന്താ അത് ഉയരത്തിൽ നിൽക്കവില്ലയോ? എന്തെങ്കിലും ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്തേ പറ്റത്തുള്ളൂ. ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങളുടെ കുഞ്ഞുകളി ഒന്നും പറ്റത്തുമില്ല. ഓരോ കാര്യങ്ങൾ നിങ്ങൾ എന്തോ ഒന്നും മിണ്ടാത്ത. മോനെ, ശ്രീകുട്ടിയുടെ കല്യാണമാ. അതാ ഞാനും പറഞ്ഞോണ്ടിരുന്നത്. ഞങ്ങൾ പോകുന്നുണ്ട്. എന്തുവാ? അവര് നിങ്ങളുടെ കല്യാണത്തിന് 30,000 രൂപ തന്നതാ. അതിനെന്തുവാ അമ്മ? ഞാൻ എന്ത് ചെയ്യണം അമ്മ? ഇപ്പം അത് നിങ്ങളുടെ കല്യാണത്തിനല്ലയോ മേടിച്ചത്? അപ്പൊ നിങ്ങളല്ലേ തരേണ്ടത്? ഞങ്ങളുടെ കല്യാണത്തിന് വെച്ചാൽ അന്ന് പൈസ മേടിച്ചു തരാ. ഞാനാ മേടിച്ചേ. അപ്പൊ നിങ്ങളല്ലേ അമ്മ കൊടുക്കേണ്ടത്? അല്ല, ഒരു 5,000 കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ വേണ്ടുന്നത്. അപ്പൊ കൊടുക്ക്. എന്റെ പൊന്നു മോനെ, താടാ. ഇന്ന് നാളെയോ പെൻഷൻ കിട്ടുവടാ. എന്ന് കിട്ടുമെന്നാ മോനെ, ഇന്നോ നാളെയോ കോടതി കേസ് വിളിക്കും. അതിന്റെ പിറ്റേന്ന് തന്നെ ജഡ്ജി വിധി പറയും. അപ്പൊ തന്നെ അക്കൗണ്ടിൽ പൈസയും വരും. അന്നേരം മോന്റെ പൈസ എടുത്തങ്ങ് തരാം. എനിക്ക് വേണ്ട. എൻ്റെ ഇല്ലേ 35,000 തരാം. എന്റെ പൊന്നു മോനെ, താടാ. അതെ, നമുക്ക് പോയാലോ? എങ്ങോട്ട്? വീട്ടിൽ പോയാലോ? ഇപ്പം പോയാൽ എങ്ങനെ ശരിയാവുന്നത്? 2-3 ദിവസം ഇവിടെ നിൽക്കാമെന്ന് അച്ഛനോട് പറഞ്ഞില്ലേ? 2-3 ദിവസമല്ലല്ലോ നിന്നത്, ഒരാഴ്ചക്കുള്ളിൽ നിന്നില്ലേ? അപ്പൊ നമുക്ക് തിരിച്ചു പോകാം. അച്ഛൻ്റെ ഈ കണ്ടീഷനിൽ അച്ഛനെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് എങ്ങനെയാ പോകുന്നത്? അച്ഛനൊരു ആവശ്യം വന്നു കഴിഞ്ഞാലോ? അച്ഛന് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുമല്ലേ? അല്ല, അച്ഛന് ഹാർട്ട് അറ്റാക്ക് അല്ലല്ലോ, അച്ഛന് ഗ്യാസ് ഇല്ലേ? ഗ്യാസ് എന്ന് വെച്ച് ഇനിയും വന്നാൽ എന്തോ ചെയ്യും? വേണ്ട, ഗുളിക കഴിച്ചാൽ മതി, അങ്ങ് മാറിക്കോളൂ. നമ്മളിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീട് ഉറങ്ങിയതുപോലെ ആയി പോകത്തില്ലേ? അവിടെ ഒരു വീട് കിടപ്പുണ്ട്, അത് ഉറക്കിയിട്ടിട്ടാ വന്നത്. അവിടെ പൊടി പിടിച്ച കിടക്കുമായിരിക്കും, അതൊക്കെ വൃത്തിയാക്കണം. പോയേ പറ്റത്തുള്ളൂ. പിന്നെ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഇല്ലേ, ഇവിടെ നിൽക്കുന്നെങ്കിൽ. എന്നാലും എടി, ഈ വീട് ആർക്കുള്ളേ? നിനക്കുള്ളയാണോ? അല്ല, നിന്റെ അനിയനുള്ളേ. അവിടുത്തെ വീട് പൊടിയടിച്ച് നശിച്ചു പോയി കഴിഞ്ഞാലേ നിനക്കാ പോകുന്നത്. ഇവർക്കൊന്നും സംഭവിക്കുന്നില്ല, അറിയോ?
അതുകൊണ്ട് നമുക്ക് പോവാം. വാ. അപ്പം ശരി, എന്നാൽ നമുക്ക് നാളെ തന്നെ പോവാം. ഷോ, ഈ ശ്രീമോൻ വരുമ്പോൾ അവന് വിഷമമാവുമല്ലോ എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ. ആ സാരമില്ല, അവൻ അവിടെ വന്ന് കാണട്ടെ. അവൻ വരുന്നുണ്ടോ? അവൻ ഇന്നോ നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയൻ വരുന്നുണ്ട്. എനിക്ക് ഈ വീട്ടിൽ ചിലവായ പൈസയും പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവൻ്റെ ചിലവിൽ ഞാൻ ഇവിടെ ഒന്ന് വരസും. എൻ്റെ ബുദ്ധി വിമാനം തന്നല്ലേ? എങ്ങനെയുണ്ട്? അളിയാ, അളിയോ, അളിയാ, അളിയാ, യോ 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 അളിയാ. അളിയനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കും സംസാരിക്കണ്ട അളിയാ കുറച്ച് കാര്യങ്ങൾ. അളിയ, ഞാൻ പറയുന്ന അളിയൻ അങ്ങോട്ട് കേൾക്കളി. അളിയൻ എന്നിട്ട് തിരിച്ച് സംസാരിക്കളി. എൻ്റെ കാര്യങ്ങൾ ഈ വീട്ടിൽ ആരും കേൾക്കുന്നില്ല. അളിയ, അച്ഛന് ഗ്യാസിൻ്റെ ഒരു അറ്റാക്ക് വന്നു. രൂപ 77,000 എൻ്റെ കയ്യിൽ നിന്ന് പോയത്. ഇവിടുത്തെ കൊച്ചിന് കല്യാണം കഴിഞ്ഞ രൂപ 35,000 ഞാൻ കൊടുക്കേണ്ടി വന്നു. വീട്ടിലെ ചിലവ്, പച്ചക്കറി, പലവ്യഞ്ജനം. നിൻ്റെ അമ്മയുടെ പച്ചക്കറി തോട്ടം മേളി ഒരെണ്ണം വെച്ചായിരുന്നു. അതിന് രൂപ 25,000 എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുത്തു. എന്തിനാ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ പൈസ കണക്കും ഇതെല്ലാം കൂടെ അളിയൻ ഒരു തീരുമാനം പറ. എന്തോ ഞാൻ ചെയ്യണം? അതൊക്കെ ഞാൻ പറയാം അളിയാ. അളിയ സമാധാനമായിട്ടൊരു കാര്യം കേൾക്കണം. എൻ്റെ ജോലി പോയി. ഷിപ്പിൽ എൻ്റെ ജോലി പോയി. അളിയൻ ഷിപ്പിലെ പണിയും പോയിട്ട് എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നേ? അളിയനുണ്ടല്ലോ ഇവിടെ, എനിക്ക് ധൈര്യമായിട്ട് ഇവിടെ കയറി വരാമല്ലോ. അളിയൻ നങ്കൂരം പോലെ ഇവിടെ നിൽക്കല്ലേ. എൻ്റെ ദൈവമേ, കടൽക്കാറ്റടിച്ച് ഈ കാട്ടുകാക്കയെ കൂടെ ഞാനിനി നോക്കേണ്ടി വരുമോ? എന്തോ അളിയ ആലോചിക്കുന്നത്? അല്ലളിയാ, അളിയൻ ജോലിയില്ലാതെ വീട്ടിൽ വന്ന് നിന്നാലെങ്ങനെ? അതിപ്പോൾ എന്തോ? അല്ല, വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ അളിയൻ നോക്കണ്ടേ? അത് മാത്രമല്ല, ജോലിയില്ലേ പെണ്ണ് കെട്ടത്തില്ല. കല്യാണമൊക്കെ ഏകദേശം കഴിഞ്ഞ മട്ട. ജോലി വേണം പറഞ്ഞാൽ എനിക്ക് വെറും എവിടെയും കൂടെ കയറി വരാൻ പറ്റുമോ? നിങ്ങൾക്കൊരു സർപ്രൈസും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നേ. അളിയൻ കണ്ട ഞെട്ടും. അതൊക്കെ ഉണ്ട്. വീട് വിളിച്ച് ഷിപ്പ് എല്ലാം കയറി വരുമോ അളിയാ? റഡാറ് ജങ്കാറ് അളിയൻ കാണ്. ഞാൻ വിളിച്ച് കരക്കടിപ്പിച്ച എൻ്റെ പെണ്ണ്, എൻ്റെ ഷിപ്പിലെ ക്യാപ്റ്റൻ്റെ മോൾ മോണിക്ക. നമസ്തേ ഭയ്യ. ഇപ്പം ഈ കൊച്ചിൻ്റെ ചിലവൊക്കെ അളിയൻ നോക്കൂ. മോണിക്ക, എന്താവശ്യം ഉണ്ടെങ്കിലും അളിയൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. ഓ ടീക്കേ ടീക്കേ. എൻ്റെ അമ്മേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വല്ല ഹിന്ദിക്കാരി പെൺകൊച്ചുങ്ങൾ നമ്മുടെ വീട്ടിൽ. നമ്മൾ വിചാരിച്ചോ ശ്രീമോൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? ശ്രീമോന് പണയണ്ട. നാട്ടുകാർ ചോദിച്ചു തുടങ്ങി, മോനൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നില്ലയോ എന്ന്. അങ്ങനെ തന്ത കൂട്ടാന്നോന്ന്. തൊലി വിരിയോ എൻ്റെ. എന്തൊരു നാണക്കേടാ. ഇതിപ്പോൾ എന്തോ ചെയ്താൽ പറ്റും? ഞാൻ അവളോട് ഇറങ്ങിപ്പോൻ പറഞ്ഞു. എന്നിട്ട് അവൾ അകത്തോട്ടിഞ്ഞ് കയറി പോന്നു. അവൾക്ക് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലായില്ല. പക്ഷെ മനസ്സിലാവുമെങ്കിൽ അങ്ങ് മോളെ ഇപ്പം എന്തോ ചെയ്താൽ പറ്റും? അതൊന്ന് പറഞ്ഞാ. നമുക്ക് അവരെ കല്യാണം കഴിപ്പിച്ചാലോ? ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ചിലവിന് പൈസ വേണ്ടായോ? എൻ്റെ എന്തോ പുകച്ചുള്ളയുണ്ട്, അവൻ്റെ എന്തോ ഉണ്ട്. ഉള്ള ജോലിയും കളഞ്ഞ് വിളിച്ചോണ്ട് വന്നേക്കുന്നു. അതിനിപ്പോൾ കല്യാണം നടത്താൻ എന്തിനാ ടെൻഷൻ ആവുന്നേ? ചേട്ടനില്ലേ, ചേട്ടൻ കല്യാണം നടത്തും. ആ മോനെ, ഇവിടെ നടന്ന അനിഷ്ട സംഭവമൊക്കെ മോൻ അറിഞ്ഞു കാണുമല്ലോ. അപ്പം കല്യാണം നടത്തണമെന്നാണ് മോള് പറയുന്നത്. മോൻ്റെ അഭിപ്രായം എന്തുവാ? അച്ഛാ, എൻ്റെ അഭിപ്രായം, മോൻ്റെ അഭിപ്രായം എന്തായാലും അത് നടത്തണമെന്നായിരിക്കും. അങ്ങനെയാണല്ലോ പക്വതയുള്ളവർ തീരുമാനിക്കുന്നത്, ഇല്ലയോ? എന്നാ പിന്നെ നടത്താം. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്താം. മൂത്രത്തിലോ? മുഹൂർത്തത്തിനാ. ഈ കല്യാണം നടത്തുന്നതിന് മുമ്പേ എനിക്കൊരു അപേക്ഷയുണ്ട്. നമ്മുടെ പൂട്ടിക്കിടക്കുന്ന കുടുംബക്ഷേത്രം ഒന്ന് പുനരുദ്ധാരണം ചെയ്യണം. അതെങ്ങനെ വെച്ചാ? അതിനൊക്കെ ഒത്തിരി പൈസ ആവത്തില്ലേ? എന്തിനാ ഇപ്പം പുനരുദ്ധാരണം നടത്തുന്നേ? ദൈവത്തിന് വല്ലതും കുഴപ്പമുണ്ടോ? എൻ്റെ പപ്പിനി, ഈ വീട്ടിലെ സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പെൻഷൻ കാശ് മുടങ്ങി കിടക്കുന്നു, കേസ് നടക്കുന്നില്ല, നിന്റെ കൃഷി നഷ്ടത്തിൽ. കൃഷി നഷ്ടത്തിലോ? മക്കളെ, ഒരു കാറ്റടിച്ചപ്പോഴത്തേന്നെ ആ വിത്തെല്ലാം കൂടെ പറന്ന് അപ്പുറത്തെ വാസുദേവന്റെ പുരടത്തിൽ ചെന്ന് വീണു മക്കളെ. അപ്പം 25,000? മക്കളെ, അത് മക്കള് വിഷമിക്കണ്ട. അപ്പുറത്തെ വാസുദേവന്റെ പുരടത്തിൽ നല്ല വിളവാ. അത് വിളവ് വരട്ടെ, അയാൾ കൊണ്ടുവന്ന് കാശ് മേടിക്കുന്ന ഉടനെ അത് മക്കളൊക്കെ മേടിച്ചെടുത്തോ.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇതൊക്കെ നടത്തിയാലേ നമ്മുടെ കുടുംബത്തിലെ ദോഷമൊക്കെ മാറത്തുള്ളൂ. അതിനിപ്പോൾ പിരിവെടുക്കണം, അല്ലാതെ ഇപ്പം എന്തോ ചെയ്യാനാ? പിരിവൊന്നും എടുക്കണ്ട മോളെ, ദൈവമായിട്ട് നമ്മുടെ മുന്നിൽ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ആരാ? ചേട്ടൻ പിരിക്കാൻ പോവോ? ചേട്ടൻ പിരിക്കണ്ട, നിന്റെ ചേട്ടൻ പുനരുദ്ധാരണം നടത്തും. അച്ഛൻ പോയച്ചാ ഇവിടുന്ന് വല്ല അമ്പലം ഞാനെന്താ പ്രതിഷ്ഠ നടത്തുന്നേ? ഞാനെടുത്തു ബന്ധം. ഓ എൻ്റെ മോനെ, വല്ല അമ്പലമല്ല, നമ്മുടെ കുടുംബക്ഷേത്രം. ജ്യോത്സ്യം പറഞ്ഞ എന്താണെന്നറിയാവോ? ആയില്യം നക്ഷത്രത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ പുനരുദ്ധാരണം നടത്തുമെന്ന്. നക്ഷത്രം ഏതാ? ആയില്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവനാണ് യോഗ്യനെന്ന്. എത്ര രൂപയാവും അച്ഛാ? ഓ എൻ്റെ മോളെ, ഒരുപാട് പൈസയൊന്നും ആവത്തില്ല, കൂടിപ്പോയ ഒരു 15 ലക്ഷം രൂപ. അതിനകത്ത് അച്ഛൻ നിർത്തരാം. എന്താ? അത്രേ ഉള്ളോ? മോൻ നടത്തട്ടെ, ഒക്കെ കോടികളുണ്ടാവും. ഓ കൃഷ്ണ, കൃഷ്ണ വലിയ പ്രതിഷ്ഠ അവിടെ അടച്ചോണ്ടെന്ന് ഓർമ്മയില്ല. ശിവനെ, ഞാൻ നടത്തത്തില്ല, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നടത്താനൊന്നും. പിന്നെ ഈ തള്ളെ കൊണ്ട് भैया भैया ഷോപ്പിൽ പോകുവാണെങ്കിലേ മുझे एक സാനിറ്ററി napkin चाहिए. ഒരു 5000 രൂപയാണ് അവൾക്കെന്തോ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 500 എടുത്തിട്ടുണ്ട് പാവ് ബജി खाने के लिए. അവൾ മുംബൈയിൽ നിന്ന് വന്നല്ലേ, ബോംബെ പൂട തിന്നാൻ തോന്നുന്നു. എനിക്ക് പുറത്ത് പോകണം, വണ്ടിയുടെ ചാവി. मेरा ബെഡ്റൂം ക്ലീൻ ചെയ്യേ. എന്താ ക്ലീൻ ചെയ്യാത്തത്? ഭയ്യ ഇത് തേച്ചില്ലേ? എത്ര വട്ടം പറഞ്ഞു? ജാവോ അയൺ കരോ. ബേഷരാത്മി. അളിയ, എൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഈ നാട് ഒട്ടുക്ക് വിളിക്കണം, എല്ലാവരെയും വിളിച്ച് സദ്യ കൊടുക്കണം, വൻ ആഘോഷമായിരിക്കണം എൻ്റെ കല്യാണം. അളിയ അളിയ അളിയൊന്നും കേൾക്കുന്നില്ലേ? അളിയ, ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവോ? ഒരുപാട് പ്ലാനിങ് ഉണ്ട് എനിക്ക്. അളിയൻ കൂടെ നിന്ന് തന്നാൽ മതി, പിന്നെ പൈസയും ചിലവഴിക്കാൻ മതി. അളിയ, എൻ്റെ കല്യാണം എറണാകുളത്ത് വെച്ച് നടത്തണമെന്ന് എൻ്റെ ആഗ്രഹം. എന്തിനാ? എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഷിപ്പിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. എൻ്റെ 8000-ഓളം ഫ്രണ്ട്സ് വന്നിറങ്ങണമെങ്കിൽ അവിടെ ബീച്ച് വേണം. എറണാകുളത്തല്ലേ ബീച്ചുള്ളൂ. വാട്ട് അബൌട്ട് മൈ ഫ്രണ്ട്സ്? നിന്നെ കൂടെ ചേർത്താ പറഞ്ഞത്. അതുപോലെ തന്നെ അളിയ, ഞാൻ ഡെസ്റ്റിനേഷൻ വെഡിങ്ങാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ വെഡിങ്ങോ? ആ, ഡെസ്റ്റിനേഷൻ വെഡിങ്, അതും ബീച്ചിൻ്റെ സൈഡിൽ. വലിയ ചിലവൊന്നുമില്ല, ഒരു 10-40 ലക്ഷം രൂപ അത്രേ ഉള്ളൂ. ഞാനൊരു ഗംഭീര സെവറായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, വിത്ത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി, വിത്ത് അണ്ടർവെയർ. പിന്നെ എൻ്റെ വകയായിട്ട് അളിയന് ഇവക്കൊരു 65 പവനെങ്കിലും കൊടുക്കണം. കാരണം ഒന്നും എടുക്കാതല്ലേ അളിയ വന്നത്. പിന്നെ ഒരു 2.5 പവൻ്റെ താലി, അത് നിർബന്ധം. അതെൻ്റെ ഒരു വാശിയാളിയാ. ഇവിടെ അച്ഛൻ്റെ മുമ്പിലേ എനിക്ക് നടു നിവർത്തി ഒന്ന് നിൽക്കണം. അതിന് എൻ്റെ നട്ടെല്ലാം ഒടിക്കണോ അളിയാ? മോനെ, ഇനി ഇരുന്നാ മതിയോ? ഇറങ്ങണ്ടേ? എങ്ങോട്ടാ? കല്യാണ ഡ്രസ് എടുക്കാൻ പോകണ്ടേ? നമുക്കിപ്പോൾ ഇറങ്ങിയാലേ നേരെ തഞ്ചാവൂര് പോവാം. എന്തിനെന്റെ ചിതാഭസ്മം ഒഴുക്കാനോ? ചേട്ടാ, ഡ്രസ്സിനൊക്കെ അവിടെ ഭയങ്കര വിലക്കുറവാ. നാട്ടിൽ 2 ലക്ഷം രൂപയുള്ള സാരിക്ക് അവിടെ 1.5 ലക്ഷം രൂപയേ ഉള്ളൂ. മക്കളെ, അമ്മയ്ക്ക് ഒത്തിരി സാരി ഒന്നും എടുക്കല്ലേ. അമ്മയ്ക്ക് കുറഞ്ഞ ഒരു 5 സാരി കൂടുതൽ എടുക്കരുത്. എനിക്കൊരു 3 സാരി മതി ചേട്ടാ. അച്ഛനൊരു 10 മുണ്ട്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ?